ശ്രീ ബ്രിഗേഡിയർ മോഹൻപിള്ള, താങ്കൾ ഈ പ്രസ്ഥാനത്തിൽ ഉള്ളയാളാണ് വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഇത് ആഭ്യന്തര വിഷയങ്ങളിൽ, NSSന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ BJP ഇടപെടുന്നു എന്ന രീതിയിലുള്ളതാണോ? തീർച്ചയായിട്ടും. ഞാൻ 19ാമത്തെ വയസ്സിൽ NSS കരയോഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ആളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. അതിനുശേഷം ഈ സമുദായത്തിന് വന്നിട്ടുള്ള ദുർഗതി ഈ ലെവലിൽ ആണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ റീസെൻ്റായിട്ടാണ് ഇതിനെതിരായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ശരിക്കും നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു ശുദ്ധികലശം ആവശ്യമാണ് എന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിയതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണം. രണ്ടാമത്, ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായർ സർവീസ് സൊസൈറ്റി എന്നാണോ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ള ഹൈക്കമ്മീഷണറായിട്ട് പോകുമ്പോൾ അതൊരു ട്രാപ്പായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തിരിച്ചു വരുമ്പോൾ ആ തങ്കത്താരത്തിൽ തന്നെ സെക്രട്ടറി പദം തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അതിനുശേഷം ഈ നാരായണ പണിക്കർ, സുകുമാരൻ നായർ അവിശുദ്ധ കൂട്ടുകെട്ട് കാരണം പാവം കിടങ്ങൂർജിക്ക് അവിടെ രണ്ടാമത് പെരുന്നയിലൊന്ന് എത്തുവാനുള്ള, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ പോലും ഇല്ലാത്ത ഒരവസ്ഥ സംജാതമായി. അതാണ് ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ മഞ്ജുഷ, ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി BJP അല്ലെങ്കിൽ BJP പിടിമുറുക്കുന്നു, അതല്ല ഇതിനകത്ത് വിശദീകരണത്തിന് BJP തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അല്ല, ഈ രണ്ട് പരാമർശങ്ങൾ, ഇപ്പോൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വാക്കുകളും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളും, ഇത് രണ്ടും NSSനെതിരെയാണ്. അതിന് കാരണവുമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അവിടെ അനുമതി നിഷേധിച്ചതാണ്. സുരേഷ് ഗോപിക്ക് ബജറ്റ് സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഇറക്കി വിടുകയാണല്ലോ ചെയ്തത്. മന്നം സ്മൃതി മണ്ഡപത്തിൽ വരുന്നതിന് വേണ്ടി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന് അനുവാദം നൽകിയതുമില്ല. അദ്ദേഹം NSS ഗ്രൗണ്ട് വരെ എത്തിയതാണ്, പക്ഷേ അനുവാദം കിട്ടിയില്ല. അപ്പോൾ ഇത് വ്യക്തിപരമായിട്ട് അവർ നടത്തിയ പരാമർശമാണോ അതോ BJPയുടെ ഒരു നീക്കം ഇതിന് പിന്നിൽ ഉണ്ടോ എന്നുള്ളതാണ്. BJP നേതാക്കൾ പരസ്യമായിട്ട് പിന്നീട് പ്രതികരിക്കുന്നത് കണ്ടില്ല. കാരണം NSSനെ പരസ്യമായിട്ട് എതിർക്കുവാൻ BJP തയ്യാറാകുന്നില്ലല്ലോ. അത് സ്വാഭാവികമാണ്, നേതാക്കളുടെ പ്രതികരണങ്ങൾ വരില്ല. അങ്ങനെ അത് നമ്മൾ ആദ്യം മുതൽ തന്നെ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് മഞ്ജുഷ് ഇപ്പം പറഞ്ഞതാണ് വളരെ കറക്റ്റ്. മന്നം സ്മൃതി മണ്ഡപമാണ്, മന്നം സമാധിയല്ല. മന്നം സമാധി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ പ്ലേസ് അവിടെ ഇല്ല, സമാധിയല്ല. അത് മന്നത്ത് അപ്പൂപ്പൻ്റെ ശവദാഹം നടത്തിയ ആ സ്ഥലമാണത്. ഒരിക്കലും സമാധി എന്ന് നമുക്ക് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആര് വരണം, ആര് പോകണം എന്ന് തീരുമാനിക്കേണ്ട ഒരു ഗതികേട് ഈ NSSൻ്റെ ജനറൽ സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ള ഒരു അധികാരത്തിൻ്റെ ഗർവാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്, മന്നത്തിൻ്റെ കൊച്ചുമകൻ, മകളുടെ മകൻ പോലും അവിടെ അപ്പൂപ്പൻ്റെ സ്വന്തം പിതാമഹൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ പോലും അംഗീകരിക്കാത്ത ഒരു അവസരമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്നവർക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു ഇൻറ്റേറിയം സെറ്റപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മഞ്ജുഷ, ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ഇപ്പം BJPയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് വളരെ സ്പഷ്ടമായിട്ട് തീരുമാനിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. അതായത് 2023 കൊടുത്തിട്ടുള്ള ഒരു കേസുണ്ട്, 17 എന്ന് പറയുന്ന കേസ് 80 പ്രാവശ്യമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 80 പ്രാവശ്യം അത് മാറ്റിവെക്കാനായിട്ട് മാത്രം ഒരു ലോബി വർക്ക് ചെയ്യുകയാണ്. അത് ഒന്നുകിൽ ബെഞ്ച് മാറ്റം അല്ലെങ്കിൽ ഡേറ്റ് മാറ്റം. ഇത് വെച്ചിട്ട് ഇത് കേൾക്കാൻ തയ്യാറല്ല. കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുകുമാരൻ നായരുടെ ഗതി അധോഗതിയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം ആ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് രജിസ്ട്രേഷൻ IG അണ്ടറിലുള്ള രജിസ്ട്രാർ നോൺ ട്രേഡിംഗ് കമ്പനി ആക്ട് അനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോൺട്രോവേഴ്സി വരുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള കേസാണിത്. ഈ കേസ് ഒന്ന് കേൾക്കുവാൻ തയ്യാറാവുന്നില്ല. ആ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ളത് കാണിക്കേണ്ടത്. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോയി എന്ന് പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം വിയർക്കുകയാണ്. ഈ ഒരു കാര്യത്തിലാണ് ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പോളിസി. ഈ സമദൂരവും ശനിദൂരവും ഈ ശശിദൂരവും ഒന്നും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങേരുടെ ആഗ്രഹം കുടുംബാധിപത്യം, വളരെ സ്പഷ്ടമായിട്ട് തന്നെ ഞാൻ പറയാൻ പറ്റും, കുടുംബാധിപത്യത്തിന് മാത്രം. ആ കുടുംബത്തിൽ വളർത്തുനായ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അതിനും നായർ സർവീസ് സൊസൈറ്റിയിലെ സെക്യൂരിറ്റിയുടെ ജോലി കൊടുത്ത് ശമ്പളം വാങ്ങുമായിരുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ നായർ സർവീസ് സൊസൈറ്റിയെ കൊണ്ട് പിടിച്ച് കെട്ടിയിരിക്കുന്ന ഒരു ലെവല്, അവിടെ ഇരിക്കുന്ന പ്രതിനിധി സഭയിലെ അംഗങ്ങൾ നിർഗുണന്മാരാണ്, അവർക്ക് നിസ്സഹായ അവസ്ഥയാണ്. അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം വളരെ സ്പഷ്ടമായിട്ട് പറയാം. ഒരു ഡയറക്ടർ ബോർഡ് മെമ്പർ മാത്രം
കന്യാകുമാരിയിലെ ഉദയവും അസ്തമയവും കാണാവുന്ന ഒരു സ്ഥലം, നായർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം വളരെ നിസ്സാര വിലയ്ക്ക് വിറ്റ് കളഞ്ഞു. ആ ഒരു സംഭവം ഡയറക്ടർ ബോർഡിൽ ചോദ്യം ചെയ്തു പോലുമില്ല. എന്തിനാണ്, നല്ല സ്ഥലമല്ലേ എന്ന് ചോദിച്ചതിന് മാത്രമായിട്ട് വൈക്കത്തുള്ള ഹരിദാസ് സാറിനെ പിറ്റേ ദിവസം തന്നെ ഡയറക്ടർ ബോർഡിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക. തിരുവായ്ക്ക് എതിർവായില്ല. രണ്ട് സ്ഥാപനങ്ങളാണ് ലോകത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഉത്തര കൊറിയ, 2 പെരുന്ന. ഈ രണ്ട് പ്രസ്ഥാനങ്ങളാണ് തീർച്ചയായിട്ടും. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.